കാണാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ പ്രസൻറ്റേഷനിലേക്ക് പോയപ്പോൾ സ്ലൈഡ് ഷെയർ ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ടാണ് ഒരു ചെറിയ ഡിലേ വന്നത്. ക്ഷമിക്കുക. കാരണം വീണ്ടും ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഫാമിലെ ചെറുകിട ഡയറി ഫാമുകളിലെ യന്ത്രവൽക്കരണത്തെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തൊഴുത്തിൻ്റെ ഘടനയെ പറ്റി ആദ്യം പറയാം. ഇതിപ്പം നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഡിസൈൻ ചെയ്ത ഒരു തൊഴുത്താണ്. നല്ല ഒരു തൊഴുത്തെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കൾ കൂടുതൽ സമയം അതിലാണ് താമസിക്കുന്നത്. അപ്പോൾ പശുക്കൾക്ക് ഏറ്റവും കംഫർട്ട് കിട്ടുന്ന ഒരു തൊഴുത്തായിരിക്കണം. അപ്പോൾ നല്ല ഉയർന്ന മേൽക്കൂര ഉണ്ടായിരിക്കണം. കേരളത്തിലെ പശുക്കളെല്ലാം തന്നെ സങ്കരയിനത്തിൽപ്പെട്ട പശുക്കളാണ്. ഈ സങ്കരയിനത്തിൽപ്പെട്ട പശുക്കൾക്ക് ചൂട് താങ്ങാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം പശുക്കൾക്ക് വേണ്ടിയിട്ട് തൊഴുത്ത് ചെയ്യുമ്പോൾ അതൊരു ഡിസൈനർ തൊഴുത്ത് തന്നെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു തൊഴുത്തായിരിക്കണം. കഴിവതും തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, പരിസരത്തുള്ള ഒരു മരം പോലും മുറിച്ചു മാറ്റാതിരിക്കുക. ഒരു എക്കോ ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് തന്നെ ഏറ്റവും വലിയ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു ഒരു ശരിക്കും ചേർന്നാൽ നമ്മളൊരു വലിയ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു ദോഷം തന്നെയാണ്. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. കഴിവതും മരങ്ങൾ മുറിച്ചു മാറ്റാതെ, തണൽ നഷ്ടപ്പെടാത്ത രീതിയിൽ തൊഴുത്ത് ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, തൊഴുത്തിൻ്റെ പരിസരം ഒരു കാരണവശാലും കോൺക്രീറ്റ് ചെയ്യരുത്. ഈ തൊഴുത്തിൻ്റെ പരിസരം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കാണാൻ ഭംഗിയുണ്ടെങ്കിലും പക്ഷേ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന റിഫ്ലക്റ്റഡ് റേഡിയേഷനാണ് തൊഴുത്തിനകത്ത് പശുക്കൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ തൊഴുത്ത് നല്ല ഉയർന്ന മേൽക്കൂര, ഇതിപ്പോൾ ഒരു 10 പശുവിനെ വരെ നമുക്ക് ചെയ്യുന്ന ഒരു തൊഴുത്താണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ റോ ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മേൽക്കൂരയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടിയ ഹൈറ്റ് എന്ന് പറയുന്നത് 14 അടി, മറ്റേ സൈഡിൽ 12 അടി, 14-12 അടിയാണ് നമ്മളിവിടെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഉയർന്ന ചൂടും അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ജലാംശം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലാംശം ഈ ഹ്യൂമിഡിറ്റി കുറയ്ക്കണമെങ്കിൽ വായു സഞ്ചാരം കൂട്ടണം. ക്രോസ് വെന്റിലേഷനാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന തരത്തിൽ നല്ല ഉയർന്ന തൊഴുത്താണെന്നുണ്ടെങ്കിൽ പശുക്കൾ അവിടെ വളരെ കംഫർട്ടബിളായിട്ട് നിൽക്കും. അപ്പോൾ ഇത് ശരിക്കും ഒരു പശുവിന് കംഫർട്ട് ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അത് നമ്മൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പശു കിതയ്ക്കും. നമുക്കറിയാം, പശു ചൂട് കൂടുമ്പോഴും അതുപോലെ ബുദ്ധിമുട്ട് വരുമ്പോഴും പശു കൂടുതൽ കിതയ്ക്കുകയും മറ്റുമൊക്കെ ചെയ്യും. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം പശു കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നല്ല തൊഴുത്തിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തൊഴുത്താണെന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ള പശു ഒരു ദിവസം ശരാശരി 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ പശു തൊഴുത്തിൽ കിടക്കും. കിടന്നയവിറക്കണം പശു, എങ്കിലേ അതിന് പാല് കിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പശു കിടന്നയവിറക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തൊഴുത്താണ്. ഒരു പക്ഷേ നമ്മളൊരു തൊഴുത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, മറ്റു പശുക്കൾ കിടക്കുന്നു, ഇത് എന്തുകൊണ്ട് 1-2 പശുക്കൾ മാത്രം കിടക്കാതിരിക്കുന്നു? അങ്ങനെ കിടക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ സ്ട്രെസ്സാണ്. നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സായിരിക്കാം. മറ്റൊന്ന്, വേറെ പല കാരണങ്ങൾ കൊണ്ട് പശു കിടക്കാതിരിക്കാം. പക്ഷേ ഒരു പക്ഷേ അതിന് കാലിൽ എന്തെങ്കിലും ലാമിനേറ്റിസോ അല്ലെങ്കിൽ കുളമ്പോ ആയിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടെങ്കിൽ കിടക്കാതിരിക്കാം. ഒരുപക്ഷെ പനിയാണെങ്കിൽ പശു കിടക്കാതിരിക്കാം. അതുപോലെ തന്നെ ഈ പശു ഹീറ്റായി മതിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു സമയത്ത് കിടക്കാതിരിക്കാം. പക്ഷേ കംഫർട്ടിൽ ആണ് കൂടുതലും പശുക്കൾ കിടക്കുന്നത്. അപ്പം നല്ല വായു സഞ്ചാരമുള്ള, സൂര്യപ്രകാശം കടക്കുന്ന തുറന്ന തൊഴുത്തുകൾ തന്നെ ഡിസൈൻ ചെയ്താൽ തന്നെ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഈ ഒരു തൊഴുത്ത്, നിങ്ങൾ കാണുന്ന ഈ തൊഴുത്തിനകത്ത് ഫാനിൻ്റെ ആവശ്യമില്ല. തൊഴുത്തിൻ്റെ പരിസരമൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, മരങ്ങളൊന്നും മുറിച്ചു മാറ്റിയിട്ടില്ല, ഉയർന്ന മേൽക്കൂര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിസൈന് നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും വേണം. അപ്പോൾ എങ്ങോട്ടായിരിക്കണം തൊഴുത്തിൻ്റെ സ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ പശു കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കണം. അതിപ്പോൾ എല്ലായിടത്തും സാധിക്കത്തില്ല. പുതിയതായിട്ട് തൊഴുത്ത് വെക്കുന്ന ഒരാളുടെ മനസ്സിൽ ഈ ഒരു ഐഡിയ വേണം. കാരണം രാവിലെ ഏറ്റവും നല്ല അണുനാശിനി എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. ആ സൂര്യപ്രകാശം തൊഴുത്തിനകത്ത് കടക്കുന്നത് നല്ലതാണ്. അപ്പോൾ രാവിലെ വരുന്ന സൂര്യപ്രകാശം തൊഴുത്തിൻ്റെ ഈ പുൽക്കൂടിൽ, പശുവിന് ആഹാരം കഴിക്കുന്ന പുൽക്കൂടിൻ്റെ ഭാഗത്ത് വീഴണം. വൈകുന്നേരം അപ്പോൾ ആ ഭാഗത്ത് തീറ്റയുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ എല്ലാം നല്ല ഫീഡിങ് ട്രഫ് എന്ന് പറയുന്ന, മേഞ്ചർ എന്ന് പറയുന്ന പുൽക്കൂടിൻ്റെ ഭാഗം, ഭക്ഷണം കഴിക്കുന്ന ഭാഗം നല്ല ഉണങ്ങി വൃത്തിയായിട്ട് കിടക്കും. അതുപോലെ തന്നെ അതിൻ്റെ പിൻഭാഗത്ത് അതിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ വീഴുന്ന ചാലിൻ്റെ അവിടെയും വൈകുന്നേരത്തെ വെയിൽ വീഴും, അവിടെ ഡ്രൈ ആയിട്ട് കിടക്കും. ഇത്തരം തൊഴുത്ത് വളരെയധികം പശുക്കൾക്ക് രോഗം വരാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ച് അകിട് രോഗം പോലെയുള്ള രോഗങ്ങൾ കേരളത്തിൽ വളരെയധികം കണ്ടുവരുന്നു.
ആ രോഗങ്ങൾ തടയാനായിട്ട് നല്ല ഡിസൈനർ ആയിട്ടുള്ള തൊഴുത്തുകളിൽ വളരെയധികം നമുക്ക് ഇത്തരം രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇനി തൊഴുത്തിൻ്റെ കാര്യം കുറച്ചുകൂടെ നമുക്ക് വിശദമായിട്ട് പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ക്രോസ് വെന്റിലേഷൻ ഉള്ള ഒരു തൊഴുത്താണ്. ഈ തൊഴുത്തിനകത്ത് പശുക്കൾ കിടക്കുന്നത് നോക്കുക. അപ്പോൾ ഈ പശുക്കൾ കംഫർട്ടബിളായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ അത് തന്നെ നമ്മുടെ നല്ല ഒരു തൊഴുത്തിൻ്റെ ഒരു ഡിസൈനാണ് ആണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇനി പുതിയതായിട്ട് തൊഴുത്ത് നിർമ്മിക്കുന്ന ഒരാളിന് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു 10 പശുവിൻ്റെ ഒരു തൊഴുത്താണ് നമ്മൾ സങ്കല്പിക്കുക. പശുവിന് നിൽക്കാനുള്ള സ്റ്റാൻഡിങ് സ്പേസ് എന്ന് പറയുന്നത് 6 അടി നീളം 4 അടി വീതി, 6x4 ആണ് ഒരു പശുവിൻ്റെ സ്റ്റാൻഡിങ് സ്പേസ് എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ പശുവിനെ നമ്മൾ അതിൻ്റെ ആഹാരം കൊടുക്കാനുള്ള പുൽത്തൊട്ടി എന്ന് പറയുന്നതിന് 2.5 അടി വീതി കൊടുക്കും. അതിൻ്റെ ഡങ് ചാനലിന് 1 അടി വീതി കൊടുക്കും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നീളം എന്ന് പറയുന്നത് 10 അടി നീളം വേണം. ഒരു പശുവിന് 4 അടി. അപ്പോൾ 10 പശുവിൻ്റെ ഒരു തൊഴുത്തിൻ്റെ ഫ്ലോറിംഗ് എന്ന് പറയുന്നതിന് മൊത്തം 400 സ്ക്വയർ ഫീറ്റാണ്. 40 അടി നീളവും 10 അടി വീതിയും വരുന്ന 400 സ്ക്വയർ ഫീറ്റുള്ള ഒരു തൊഴുത്താണ് നമുക്ക് 10 പശുവിനെ കെട്ടാനായിട്ട് വേണ്ടി വരുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഡിസൈൻ നിങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഈ തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ അറിയേണ്ടുന്ന ഒരു കാര്യം, എവിടെ നമുക്ക് ചിലവ് കുറയ്ക്കാമെന്ന് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപകരണങ്ങളൊക്കെ ഒരുപാട് വാങ്ങി വെച്ചിരിക്കുന്ന ഫാമുകളുണ്ട്, പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാത്ത ഫാമുകളുമുണ്ട്. ഇവിടെ നമ്മൾ അതല്ല പറയുന്നത്, നമ്മൾ ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ പശുക്കൾക്ക് സെപ്പറേഷൻ പോള്, 2 പശുക്കൾ തമ്മിലുള്ള ആ ഗ്യാപ്പ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PVC പൈപ്പിനകത്ത് കമ്പിയിട്ട് വാർത്തിരിക്കുകയാണ്. ഒരു 1.5 അടി താഴോട്ട് പോകണം, ഒരു 4.5 അടി മുകളിലോട്ട് നിൽക്കണം. നല്ല രീതിയിൽ ഉറപ്പിച്ചില്ലെങ്കിൽ ഇത് പലപ്പോഴും ഒടിഞ്ഞു വീഴും. അപ്പോൾ അത് ഇത്തരത്തിലൊരു സെപ്പറേഷൻ മതി. ഇനി വരുന്നതാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ എന്ന് പറയും, കുടിവെള്ളം കൊടുക്കുന്നതിനുള്ള സംവിധാനം. അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. 24 മണിക്കൂറും പശുവിന് ആവശ്യമായ വെള്ളം അതിൻ്റെ തൊഴുത്തിനകത്ത് തന്നെ, അതിൻ്റെ പുൽത്തൊട്ടിയിൽ തന്നെ ക്രമീകരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിപ്പോൾ കേരളത്തിലെ മിക്കവാറും എല്ലാ ഫാമുകളിലും ചെയ്യുന്നുണ്ട്. എന്തിനിത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ വിശദമായിട്ട് പറയാം. അപ്പോൾ അത് നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രസ് വർക്ക് മതി. നമുക്കറിയാം, എവിടെ നമ്മൾ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഒരു തൊഴുത്തിനല്ല നമ്മൾ കൂടുതലും പൈസ മുടക്കേണ്ടത്. നമ്മുടെ ഒരു ഡയറി യൂണിറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതലും പൈസ മുടക്കേണ്ടുന്നത് പശുക്കളിലായിരിക്കണം. അല്ലാതെ അവിടെ ഉള്ള ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ സിവിൽ വർക്കിലോ ഒന്നും അല്ല നമ്മൾ കൂടുതൽ തുക മുടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചിലവ് കുറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ മേൽക്കൂര എന്ന് പറയുമ്പോൾ സിംഗിൾ സ്ലാൻഡിങ് റൂഫ് മതി. ഇവിടെ ഞാനൊരു ഓവർഹാങ് ഫ്രണ്ടിലേക്ക് കാണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ തന്നെ ആവശ്യമില്ല, ഒരു സിംഗിൾ സ്ലാൻഡിങ് റൂഫാണ്. ഒരു 14 അടി നീളമുള്ള ഷീറ്റ് ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് നമ്മൾ നിൽക്കും. 14 അടി ഷീറ്റ് ഇട്ടിട്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 10 പശു എന്നുള്ളത് പോട്ട് 15 പശു വരെ സിംഗിൾ റോ ആയിട്ട് ചെയ്യാം. പക്ഷെ അത് കൂടുതലാണ് നമ്മൾ പശുക്കളുടെ തൊഴുത്ത് നിർമ്മിക്കുന്നതെങ്കിൽ ഡബിൾ റോ ആയിട്ട് ചെയ്യണം. 2 റോ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മധ്യഭാഗത്ത് ഒരു 5 അടിയുള്ള ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു വഴി വേണം. 2 സൈഡിലും പശുക്കളെ വാല് നടുക്കോട്ട് വരണം, തല 2 സൈഡിലേക്ക് പോകണം. ടെയിൽ ടു ടെയിൽ എന്ന് പറയുന്ന ആ ഒരു രീതിയിലായിരിക്കണം പശുക്കളെ ക്രമീകരിക്കേണ്ടത്. അപ്പം മധ്യഭാഗത്ത് 5 അടി, 2 സൈഡും 10 അടി, 10 10 20 5 25 അടി വീതിയുള്ള ഒരു തൊഴുത്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മളൊരു സ്ഥലത്ത് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു ഫാമൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഒരുപാട് കാര്യങ്ങൾ, അവിടുത്തെ മണ്ണിൻ്റെ pH മൂലം നോക്കണം. ആ മണ്ണ് ആദ്യം എങ്ങനെയാണെന്ന് നോക്കണം. അവിടെ നമ്മൾ മണ്ണ് ശേഖരിച്ച് മണ്ണിൻ്റെ അമ്ലത്വം എങ്ങനെയാണ്, അല്ലെങ്കിൽ മണ്ണിൻ്റെ ഗുണനിലവാരം എങ്ങനെയാണ്, അവിടെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം എങ്ങനെയാണ്, അവിടെ ഇതെല്ലാം മരങ്ങളൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു, ആ മരങ്ങളെയൊക്കെ മുറിക്കാതെ എങ്ങനെ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലം ഒന്ന് പഠിച്ചതിന് ശേഷം വേണം നമ്മൾ ശരിയായ രീതിയിലുള്ള ഒരു തൊഴുത്ത് ഡിസൈൻ ചെയ്യാൻ. ഇനി ഇതിപ്പോൾ ഒരു തൊഴുത്തിൻ്റെ ചിത്രമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ തൊഴുത്തിനകത്ത് ചെറിയൊരു ഡിഫക്റ്റ് കാണുന്നത്, ഫ്രണ്ടിൽ ഒരു ഭിത്തി കെട്ടിയിരിക്കുകയാണ്. ആ പുൽക്കൂടിൻ്റെ ഫ്രണ്ടിൽ വെറുതെ ഒരു മതിൽ കെട്ടിയിരിക്കുകയാണ്. ഈ മതിൽ കൊണ്ട് എന്താ സംഭവിക്കുന്നത്, കാറ്റ് വരുന്നില്ല. അപ്പോൾ കാറ്റ് വരാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, വായു സഞ്ചാരം കുറയുന്നു. വായു സഞ്ചാരം കുറയുന്നതുകൊണ്ട് പശുക്കൾ കൂടുതൽ സമയം എണീറ്റ് നിൽക്കേണ്ടതായിട്ട് വരുന്നു. പിൻഭാഗത്ത് നോക്കിയാട്ടെ, തൊഴുത്ത് കഴിഞ്ഞ് പിന്നോട്ടുള്ള ഭാഗം മുഴുവൻ സിമെന്റ് ഇട്ടിരിക്കുകയാണ്. ഈ സിമെന്റിൽ റിഫ്ലക്ട് ചെയ്തിട്ട് ചൂട് വളരെയധികം കൂടുന്നു. ഈ ഉയർന്ന ചൂട്, റിഫ്ലക്റ്റഡ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. അപ്പോൾ പശുക്കൾക്ക് കിടക്കാനേ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ രണ്ടും അധിക ചിലവാണ്. ഇത് രണ്ടും ഒഴിവാക്കിയാൽ ഈ തൊഴുത്തും നല്ലൊരു തൊഴുത്താണ്. ഏത് തൊഴുത്തും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കുറേ അധികം മോഡലായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റും. ചെറിയ ചെറിയ പോരായ്മകൾ കാണും, അത് നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇതൊരു 20 പശുവിൻ്റെ ഒരു തൊഴുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെയിൽ ടു ടെയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്.
കുടിവെള്ളമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്, നല്ല ക്രോസ് വെന്റിലേഷൻ ഉണ്ട്, ഫാനൊന്നും ഇല്ല, പക്ഷെ പശുക്കളെല്ലാം കിടക്കുകയാണ്. ഇങ്ങനൊരു തൊഴുത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല കൗ കംഫർട്ട് ഈ പശുക്കൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ HF പശുക്കളെല്ലാം ഇത്രയും നല്ല രീതിയിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു മറ്റൊരു തൊഴുത്തിൻ്റെ ഒരു ഡിസൈനാണ്. 10 പശുവിൻ്റെ ഒരു തൊഴുത്താണ്. പശുക്കളെല്ലാം പുറത്തഴിച്ച് കെട്ടിയിരിക്കുക. ഇവിടെ നമ്മൾ ഫാനൊന്നും ക്രമീകരിച്ചിട്ടില്ല. കാരണം ഈ തൊഴുത്ത് ചെയ്തപ്പോൾ തന്നെ ഒരു മരവും മുറിച്ചു മാറ്റാതെ നമ്മൾ ഈ തൊഴുത്ത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ചെയ്ത ഒരു കാര്യം, ടിൻ ഷീറ്റാണ് നമ്മൾ മേൽക്കൂരയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചൂട് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെടി നഴ്സറിയിൽ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്, ഷെയ്ഡ് നെറ്റാണ് ഇതിൻ്റെ അടിയിൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ നെറ്റ് കെട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് അടിക്കൂരയായിട്ട് നിൽക്കുന്നത് കൊണ്ട് ചൂട് റിഫ്ലക്ഷൻ കുറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തൊഴുത്തിനകത്ത് ചൂട് കുറയുന്നുണ്ട്. പശുക്കളെല്ലാം പുറത്തഴിച്ച് കെട്ടിയിരിക്കുകയാണ്. ഒരു ഓപ്പൺ പാഡക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ദിവസം ഒരു മണിക്കൂർ അല്ലെ 2 മണിക്കൂർ പശുക്കളെ പുറത്തഴിച്ച് കെട്ടും. അത് വളരെ നല്ലതാണ്. കാരണം പശുക്കൾക്ക് നല്ല വ്യായാമം കിട്ടുന്നതിനും അതിൻ്റെ കുളമ്പൊക്കെ ഒന്ന് തേഞ്ഞ് കിട്ടുന്നതിനും ഒക്കെ വളരെ നല്ലതാണ്. സ്ഥലം ഉള്ളിടത്തേ ഇത് സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും പുറത്തഴിച്ച് കെട്ടുന്നത് വളരെ നല്ലതാണ്. തൊഴുത്ത് കഴുകിയിട്ടിരിക്കുകയാണ്. കഴുകാൻ ഉപയോഗിക്കുന്ന അണുനാശിനിയെ പറ്റി ഒരു വാക്ക് പറയാം. ഏറ്റവും നല്ല അണുനാശിനി എന്ന് പറയുന്നത് ഡെറ്റോളോ ലോഷനോ ഫിനൈലോ ഒന്നും നമ്മൾ അന്വേഷിച്ച് പോകേണ്ട, അത് കാരമാണ്. പരമ്പരാഗതമായിട്ട് കേരളത്തിലെ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാരം ഉപയോഗിച്ച് തൊഴുത്ത് കഴിയാൽ മതി. അവിടെ ഒരു അണുക്കളും ഉണ്ടാവില്ല, ഒരു രോഗബാധയും ഉണ്ടാവത്തില്ല. തൊഴുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പശുക്കളെ തൊഴുത്തിനകത്ത് കിട്ടുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് പശുക്കളെ എല്ലാം പുറത്തഴിച്ച് കെട്ടിയിരിക്കുകയാണ്. ഇത് ഒരു ചെറിയ തൊഴുത്തിൻ്റെ ഒരു ഡിസൈനാണ്. കാണുമ്പോൾ മനസ്സിലാവും. ഒരു 5 പശുവിനെ കെട്ടാനുള്ള ഒരു തൊഴുത്താണ്. ഇതിൽ ചാണകച്ചാലൊന്ന് ശ്രദ്ധിക്കുക. അതിനകത്തൊരു സ്ലിറ്റ് ഉണ്ട്. ആ സ്ലിറ്റിനകത്തൂടെ ഇതിൻ്റെ ഒരു ഇതൊന്ന് ശ്രദ്ധിക്കുക. കാണാവുന്നതൊന്ന്. അപ്പോൾ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും ഗോമൂത്രവും അതിനകത്തൂടെ അകത്ത് പോകും. ഈ ഡയറി ഫാമിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മാലിന്യ നിർമ്മാർജ്ജനമാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഫാമുകളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൊള്യൂഷൻ്റെ വിഷയങ്ങളാണ്. ഇന്ന് നമുക്ക് 5 പശുവിൽ കൂടുതൽ ഉള്ള ഒരു സംരംഭം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആവശ്യമാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വം എന്ന് പറയുന്നത് ഖരമാലിന്യവും ദ്രവമാലിന്യവും ഉറവിടത്തിൽ 2ആയിട്ട് തിരിക്കുക. അപ്പോൾ തൊഴുത്തിനകത്ത് വരുന്ന ഖരമാലിന്യം എന്ന് പറയുന്നത് ചാണകമാണ്. പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും ഗോമൂത്രവും ഈ നേരത്തെ പറഞ്ഞ ഈ സ്ലിറ്റ് വഴി അങ്ങ് താഴെ പോകും. അങ്ങനെ ഈ സ്ലിറ്റ് വഴി താഴെ പോയി കഴിഞ്ഞാൽ അതങ്ങ് ഒഴുകി വേറെ ഈ നമ്മുടെ സ്ലാറി പിറ്റിനകത്തേക്ക് പോകും. അപ്പം ഡങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചാണകം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഏറ്റവും നല്ലൊരു മോഡൽ എന്ന് പറയുന്നത് ഖരമാലിന്യവും ദ്രവമാലിന്യവും 2ആയിട്ട് ഉറവിടത്തിൽ തന്നെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ തൊഴുത്തിൽ തന്നെ നമ്മൾ ആരംഭിക്കും. ഇത് മറ്റൊരു തൊഴുത്തിൻ്റെ ഡിസൈനാണ്. കണ്ടില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ക്രോസ് വെന്റിലേഷൻ ഉണ്ട്. ഈ പശുക്കളെല്ലാം ഇത്ര കംഫർട്ടബിളായിട്ട് കിടക്കുന്നതിൻ്റെ കാര്യം ആ ക്രോസ് വെന്റിലേഷനാണ്. ഫ്രണ്ടിലെ ഭിത്തിക്ക് ഹൈറ്റ് കൂടുതലാണെങ്കിൽ പശുക്കളൊന്നും കിടക്കുമായിരുന്നില്ല. നല്ല ക്രോസ് വെന്റിലേഷൻ ഉണ്ട്, പശുക്കൾ കംഫർട്ടബിളായിട്ട് കിടക്കുന്നു. ഇനി നമ്മുടെ മറ്റൊരു ഫാമുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് റബ്ബർ മാറ്റ്. എന്തിനാണ് ഈ റബ്ബർ മാറ്റ് എന്നും അതിൻ്റെ കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഈ റബ്ബർ മെത്ത എന്ന് പറയുന്നത് ഏകദേശം കേരളത്തിൽ ഒരു 10 വർഷമായിട്ട് റബ്ബർ മെത്ത വളരെ പ്രചാരം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ റബ്ബർ മെത്ത എന്ന് പറയുന്നത് 6 അടി നീളം 4 അടി വീതിയിൽ പശുക്കൾക്ക് കിടക്കാനായിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹോൾസ്റ്റൈൻ ഇനത്തിൽപ്പെട്ട HF ഇനത്തിൽപ്പെട്ട പശുക്കൾക്ക് കുളമ്പിനും അതുപോലെ തന്നെ സന്ധികൾക്കും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കംഫർട്ടബിളായിട്ട് കിടക്കാൻ വേണ്ടിയാണ് ഈ റബ്ബർ മെത്ത ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ റബ്ബർ മെത്തയിൽ 24 മണിക്കൂറും അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പശുക്കൾ നിൽക്കുന്നത് നല്ലതല്ല. കാരണം അതിൻ്റെ കുളമ്പ് തേയുന്നില്ല. കുളമ്പ് തേയാതെ അത് തുടർന്ന് വളർന്ന് മുന്നോട്ട് പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ റബ്ബർ മെത്തയിൽ മാത്രം നിർത്താതെ പശുക്കളെ കുറച്ച് സമയമെങ്കിലും പുറത്തഴിച്ച് കെട്ടണം. കാരണം ഒരു പശുവിൻ്റെ ആരോഗ്യമുള്ള ഒരു പശുവിൻ്റെ കുളമ്പെന്ന് പറയുന്നത് അതിൻ്റെ കുളമ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിൻ്റെ 7.5 സെൻറ്റിമീറ്റർ മുൻഭാഗത്തും 3.5 സെൻറ്റിമീറ്റർ പിൻഭാഗത്തും 7.5-3.5 ഒരു ഹെൽത്തി ഹൂഫ് അല്ലെങ്കിൽ കുളമ്പിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുളമ്പ് തേയ്മാനം വരണം. അങ്ങനെ തേയാതെ വന്നു കഴിഞ്ഞാൽ അത് താറാവിൻ്റെ വിരൽ പോലെ അങ്ങ് കാല് പോലെ മുന്നോട്ടങ്ങ് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ പശുക്കളെ പുറത്തഴിച്ച് കെട്ടണം. പക്ഷേ റബ്ബർ മാറ്റ് പല ഫാമുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സങ്കരയിനത്തിൽപ്പെട്ട പശുക്കൾക്ക് ഇത് ആവശ്യമാണ്. നല്ല ഒരു റബ്ബർ മാറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു 14 മുതൽ 16 mm തിക്നെസ് എങ്കിലും വേണം. കുറഞ്ഞ മാറ്റ് മാത്രം വാങ്ങിയിട്ട് കാര്യമില്ല. നല്ല ഗ്രിപ്പില്ലാത്ത മാറ്റ് പലപ്പോഴും കാണുന്നുണ്ട്. കുറഞ്ഞ മാറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ഏജൻസികൾ മാറ്റ് വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് വാങ്ങാൻ പോകുമ്പോൾ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ നല്ല ക്വാളിറ്റി വാങ്ങുക, വില മാത്രം കോംപ്രമൈസ് ചെയ്ത് പോകരുത്. കാരണം ഇത് നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കേണ്ടതാണ്.
അപ്പോൾ നല്ല ക്വാളിറ്റി മാറ്റ് വാങ്ങിക്കുന്നത് നല്ലതാണ്. പക്ഷേ എപ്പോഴും മാറ്റ് ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് മാറ്റ് വേണ്ട സന്ദർഭങ്ങളിൽ അതില്ലാതിരിക്കാനും പറ്റത്തില്ല. ഇപ്പോൾ റബ്ബർ മാറ്റ് ഒരു ഫാമുകളിലെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇത് 10 പശുവിൻ്റെ ഒരു ഡയറി യൂണിറ്റാണ്. അവിടെ റബ്ബർ മാറ്റ് ഇട്ടിരിക്കുകയാണ്. തൊഴുത്തെല്ലാം കഴുകി വൃത്തിയാക്കി പശുക്കളെല്ലാം പുറത്ത് കെട്ടിയിരിക്കുകയാണ്. കുടിവെള്ള സംവിധാനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചാണകച്ചാലുമൊക്കെ കാണാം. ഒരടി വീതിയുള്ള ഡങ് ചാനലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി റബ്ബർ മാറ്റിൽ തന്നെ ഇന്റർലോക്ക് ചെയ്യാവുന്ന റബ്ബർ മാറ്റ് ഉണ്ട്. പരസ്പരം ഇന്റർലോക്ക് ചെയ്ത് നിരത്തി അങ്ങിടാൻ പറ്റും. ഒരു 10-20 പശുക്കളെയൊക്കെ കിട്ടുന്ന ഫാമുകളിൽ റബ്ബർ മാറ്റ് ഇന്റർലോക്ക് ആയിട്ട് ഘടിപ്പിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. അതിനുള്ള ഇന്റർലോക്കിംഗ് റബ്ബർ മാറ്റ് കിട്ടുന്നുണ്ട്. ഏതായാലും നല്ല ക്വാളിറ്റി മാറ്റ് വാങ്ങിക്കുക. നോക്കി വാങ്ങുമ്പോൾ ഒരു 14-16 mm തിക്നെസ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ മാറ്റ് വാങ്ങിക്കുക. നല്ല ഗ്രിപ്പും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി ഫാമുകളിൽ ആവശ്യമുള്ള മറ്റൊരു ഉപകരണമാണ് ബൂട്ട് ഡിപ്പ് എന്ന് പറയും. ഈ ബൂട്ട് ഡിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പശുക്കളുടെ കാല് മുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഈ സങ്കരയിനത്തിൽപ്പെട്ട പശുക്കൾക്കുണ്ടാകുന്ന കുളമ്പിലെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് തുരിശ് ലായനി. 2% വീര്യമുള്ള തുരിശ് ലായനിയിൽ പശുവിൻ്റെ കുളമ്പ് മുക്കി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ മുക്കുന്നതിനായിട്ട് നമ്മൾ ഈ ബൂട്ട് ഡിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം പശുക്കൾക്ക് ഈ കുളമ്പിൻ്റെ പ്രശ്നങ്ങൾക്ക്, അതിൻ്റെ കുളമ്പിൻ്റെ അടിഭാഗം ദ്രവിക്കുകയും മറ്റോ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വരുന്നതിന് തുരിശ് ലായനിയിൽ കുളമ്പ് മുക്കുന്നതിന് ഇത് ഉപയോഗിക്കാം. ഇത് കൂടാതെ നമ്മുടെ ഫാമുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ, ഫാമിലെ ജോലിക്കാരും അതിൻ്റെ ഉടമസ്ഥരും മറ്റുമൊക്കെ കയറുമ്പോൾ നമ്മുടെ കാലിൽ മുക്കാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, 1% വീര്യത്തിലുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഈ ബൂട്ട് ഡിപ്പിനകത്ത് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുക്കിയിട്ട് അകത്തേക്ക് കയറാം. അത് ഒരുപക്ഷെ ഈ രോഗങ്ങളും മറ്റും പകരാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. ബൂട്ട് ഡിപ്പ് പല രൂപത്തിലുണ്ട്. ഇതും നമ്മുടെ പല ഇതിലും കിട്ടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അഡ്രസ്സും മറ്റുമൊക്കെ നമുക്ക് ഇപ്പോൾ പറയാൻ സമയം കിട്ടുന്നില്ല. ഈ പ്രസൻറ്റേഷൻ്റെ അവസാനം എൻ്റെ ഫോൺ നമ്പരെല്ലാം ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമുള്ളവർക്ക് അതിന് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പരും മറ്റ് അഡ്രസ്സുകളും ബാക്കിയെല്ലാം തരാം. അത് അവസാനം ഈ പ്രസൻറ്റേഷൻ്റെ അവസാനം തരുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് പശുവിന് കുടിവെള്ള സംവിധാനം ഒരുക്കുന്നതിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രമീകരണം ചെയ്യുന്നത്. കാരണം 24 മണിക്കൂറും പശുവിന് ആവശ്യമായ വെള്ളം തൊഴുത്തിൽ തന്നെ നമ്മൾ ക്രമീകരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ക്രമീകരിക്കുന്നതിന് മറ്റു പല നേട്ടങ്ങളുമുണ്ട്. കാരണം നമുക്കറിയാം, ആരോഗ്യമുള്ള ഒരു പശുവിന് ശരാശരി 60 മുതൽ 90 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം ആവശ്യമാണ്. ഈ 60 മുതൽ 90 ലിറ്റർ വെള്ളം, 90 ലിറ്റർ എന്നൊക്കെ പറയുന്നത് വേനൽക്കാലത്താണ്. മഴക്കാലത്ത് അതൊരു 60 ലിറ്ററായിട്ട് കുറയും. ഇനി ഇതിന് പുറമെ ഒരു പശുവിന് പാൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വെള്ളം വേറെ കുടിക്കണം. 1 ലിറ്റർ പാല് ഒരു പശുവിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ആ പശു 4 ലിറ്റർ വെള്ളം ഈ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട്, പാലിന് വേണ്ടിയിട്ട് കുടിക്കണം. അപ്പോൾ 1 ലിറ്റർ പാലിന് 4 ലിറ്റർ വെള്ളം. അപ്പോൾ 10 ലിറ്റർ പാലുള്ള ഒരു പശു ആണെങ്കിൽ 40 ലിറ്റർ വെള്ളം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പശു കുടിക്കണം. അപ്പോൾ ഏകദേശം ഒരു 10 ലിറ്റർ പാലുള്ള ഒരു പശുവിന് ഇപ്പോഴത്തെ ഈ വേനൽക്കാലമൊക്കെ വരുന്ന സമയത്ത് ഏകദേശം 140-150 ലിറ്റർ വെള്ളം കുടിക്കാൻ തന്നെ ഒരു ദിവസം വേണം. അപ്പോൾ അത്രയും വെള്ളം നമ്മൾ തൊഴുത്തിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ജോലിഭാരം വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു ക്രമീകരണം ചെയ്തത്. ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഒരു സമ്പ്രദായത്തിൽ നമ്മൾ തീറ്റ കട്ടിക്ക് വെച്ച് കൊടുക്കും. ഡ്രൈ ആയിട്ട് ഫീഡ് ചെയ്യുന്നു. ഡ്രൈ ഫീഡിങ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വെള്ളം നമ്മൾ വേറെ കുടിക്കാനും കൊടുക്കും. അപ്പോൾ ഡ്രൈ ഫീഡ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ദഹനരസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് ഉമിനീരാണ്. ഉമിനീര് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കപ്പെടുമോ അത്രത്തോളം പശുക്കളുടെ ദഹനം ശരിയായിട്ട് നടക്കും. അപ്പം തീറ്റ കട്ടിക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു പശുവിന് അതിൻ്റെ ദഹനം ശരിയായിട്ട് നടക്കണമെങ്കിൽ 60 മുതൽ 80 ലിറ്റർ വരെ ഉമിനീര് ഒരു ദിവസം ഉണ്ടാവണം. അത്രയും ഉമിനീര് ഉണ്ടാവണമെങ്കിൽ തീറ്റ കട്ടിക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഡ്രൈ ആയിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, പഴമക്കാർ നമ്മളോട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് ഇടയ്ക്ക് വെള്ളം കുടിക്കരുത്, ഭക്ഷണം ചവച്ചരച്ച് തിന്നണം. നന്നായിട്ട് ഭക്ഷണം ചവച്ചരയ്ക്കുമ്പോൾ ധാരാളം ഉമിനീര് നമ്മുടെ നാക്കിലും നമ്മുടെ വായ്ക്കകത്തുണ്ടാവും. എത്രത്തോളം ഉമിനീര് വരുന്നു ആ ഉമിനീര് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് അത് വളരെയധികം സഹായം ചെയ്യും. അപ്പോൾ ആ രീതിയിൽ പശുക്കൾ നന്നായി, ഇപ്പോൾ കേരളത്തിലെ പശുക്കളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം എന്ന് പറയുന്നത് ഈ അസിഡോസിസുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതായത് സബ് അക്യൂട്ട് റൂമിനൽ അസിഡോസിസ് എന്ന് പറയും. ഈ അസിഡിറ്റി കുറയ്ക്കാനും മറ്റും നമ്മൾ സോഡാപ്പൊടിയും മറ്റും കൊടുക്കാൻ പറയുന്നു. പക്ഷെ ശരിക്കും കട്ടിക്ക് തീറ്റ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ ഇതിൽ തന്നെ ഉമിനീര് ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഉമിനീര് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കുമോ ഉമിനീരിൻ്റെ അമ്ല സ്വഭാവം, ഈ വയറിനകത്തെ അമ്ല സ്വഭാവത്തെ ഈ ഉമിനീരിൻ്റെ ക്ഷാര സ്വഭാവം കൊണ്ട് നമുക്കത് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ഇതിനെല്ലാം ഉപകരിക്കുന്ന ഒന്നാണ് ഈ 24 മണിക്കൂർ നേരത്തെ പറഞ്ഞ കുടിവെള്ള സംവിധാനം ക്രമീകരിക്കുക എന്നുള്ളത്. പല രീതിയിൽ ക്രമീകരിക്കാം. നമ്മൾ നേരത്തെ കണ്ടത് ചെടിച്ചട്ടി ഉപയോഗിച്ചിട്ട്
കുടിവെള്ള സംവിധാനം തൊഴുത്തിനകത്ത് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ കണ്ടാൽ മനസ്സിലാവും. ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രമാണ് ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് ഡ്രിങ്കറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി റെഡിമെയ്ഡ് ഇതുപോലെ തന്നെ വിലപിടിപ്പുള്ള ഓട്ടോമാറ്റിക് ഡ്രിങ്കറും ലഭ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമ്മൾ ₹1 കുറയ്ക്കാൻ പറ്റും. അതായിരിക്കണം നമ്മുടെ ചിന്ത. നമുക്ക് എല്ലാ ക്രമീകരണങ്ങളും തൊഴുത്തിൽ വേണം. പക്ഷേ ഇപ്പം നമുക്കറിയാം, ഒരു ചെറിയൊരു ആവശ്യത്തിന് നമ്മൾ പോകുമ്പോൾ വീട്ടിലൊരു സ്കൂട്ടറോ സൈക്കിളോ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു പോകും. എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് പോകേണ്ട സമയത്ത് മാത്രം നമ്മൾ കാർ എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പോലെ അത്യാവശ്യത്തിന് നമുക്ക് ചെറിയ സംവിധാനങ്ങളിലൂടെ നമ്മുടെ ഫാം മുന്നോട്ട് കൊണ്ടുപോകണം. ആ ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കണം നമുക്ക് വേണ്ടുന്നത്. ഇതെല്ലാം ചെടിച്ചട്ടി വാങ്ങിച്ചിട്ട് അതിൻ്റെ അടിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. വളരെ ഉള്ള ഒരു ക്രമീകരണമാണ്. ഇതെല്ലാ തൊഴുത്തുകളിലും ഉണ്ട്. മിക്കവാറും എല്ലാ തൊഴുത്തുകളിലും ഈ ഒരു ക്രമീകരണം ഇന്ന് ചെയ്തു വരുന്നുണ്ട്. ഇതൊരു 10 പശുവിൻ്റെ ഒരു തൊഴുത്ത്. വളരെ നല്ല രീതിയിൽ കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന പശുക്കളാണ്. പശുക്കളാണ് വളരെ കംഫർട്ടബിളായിട്ട് ഈ തൊഴുത്തിൽ നിൽക്കുന്നത്. ഇനി ഈ ഓട്ടോമാറ്റിക് ഡ്രിങ്കറിൻ്റെ കുടിവെള്ളത്തിൻ്റെ ലെവൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ വളരെ ചിലവ് കൂടിയ ഫ്ലഷ് ടാങ്കും മറ്റുമൊക്കെ വെക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കന്നാസ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് ഇടതുവശത്തെ പൈപ്പിലൂടെ വെള്ളം വരുന്നു. ഒരു ഫ്ലോട്ട് സിസ്റ്റം നമുക്ക് വെക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടൊരു പ്ലംബറെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് മിക്കവാറും ഫാമുകളിൽ കേരളത്തിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങളുമുണ്ട്. ചെയ്യാത്ത സ്ഥലങ്ങളിൽ ഇത് തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ ഈ ഒരു ഓട്ടോമാറ്റിക് ഡ്രിങ്കർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് മാത്രം പോരാ, അത് സ്ഥിരമായിട്ട് അത് ക്ലീൻ ചെയ്യണം. ഇതിനകത്തുള്ള ഈ വെള്ളം കുടിക്കുന്ന ഭാഗത്തെ വെള്ളം തുറന്നു വിട്ടതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് ക്ലീൻ ചെയ്യണം. പലപ്പോഴും അത് പായൽ പിടിച്ച് വളരെ മോശമായിട്ട് കിടക്കുന്ന തൊഴുത്തുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇനി ഈ ഫ്ലോട്ട് വെള്ളത്തിൻ്റെ ലെവൽ ക്രമീകരിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുപോലുള്ള ഫ്ലഷ് ടാങ്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കുറച്ചുകൂടെ ഭംഗിയൊക്കെ ഉണ്ട്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വാട്ടർ ലെവലിൽ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ കുടിവെള്ളത്തിൻ്റെ ലെവല് ക്രമീകരിക്കാൻ നമുക്ക് വളരെ എളുപ്പം പറ്റും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകാം. അതാണ് കറവയന്ത്രം. പ്രത്യേകിച്ച് യന്ത്രവൽക്കരണം എന്ന് പറയുമ്പം നമ്മുടെ ഫാമുകളിൽ ഏത് ചെറിയ ഫാമിലായാൽ പോലും വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കറവയന്ത്രമാണ്. നമുക്കറിയാം, ഇന്ന് പശുവിനെ കറക്കാനായിട്ട് ആൾക്കാർ കുറവാണ്. കറവ കൂലി വളരെ കൂടുതലാണ്. ചില സ്ഥലങ്ങളിൽ 1200 അതിന് മുകളിലോട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട്. പൈസ കൊടുത്താലും നമുക്ക് ആളിനെ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഈ കോവിഡുമായി ബന്ധപ്പെട്ട സമയത്ത് പലപ്പോഴും ഈ ഫാമുകളിലൊക്കെ ഉള്ള ജോലിക്കൊക്കെ നിന്നിരുന്നവർ ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോൾ അവരുടെ നാട്ടിലേക്ക് പോയി. അതിനുശേഷം പലയിടത്തും ആൾക്കാർ തിരികെ വന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കറക്കുന്ന ആളിന് കോവിഡുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിലും മറ്റും ആയപ്പോഴും ഇവിടെ പശുവിനെ കറക്കാൻ ആളില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ കറവേന്ദ്രത്തിന് ഒരു വലിയ പ്രാധാന്യം വന്നു. കേരളത്തിലെ മിക്കവാറും ഫാമുകളിലെല്ലാം തന്നെ കറവേന്ദ്രത്തിലേക്ക് പോവുകയാണ്. 5 പശു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കറവേന്ദ്രം ഇനി ആവശ്യമാണ്. കാരണം കറവേന്ദ്രം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കറവേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അറിയേണ്ടുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി മെഷീൻ വാങ്ങിക്കുക. ഏറ്റവും വില കുറഞ്ഞതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വില കൂടിയാലും നല്ല ഗുണനിലവാരം, ഞാൻ ഇന്ന കമ്പനി വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ല കറവേന്ദ്രം വാങ്ങുക. 1. 2, ഇതിൻ്റെ ഉപയോഗം നമ്മളൊരു ഫാമിൽ പോയി കറവേന്ദ്രം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം വാങ്ങാൻ. ഇല്ല എങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് വാങ്ങി വെച്ചിട്ട് ഉപയോഗിക്കാത്ത ഫാമുകൾ എനിക്കറിയാം. ഈ മെഷീന് ഇപ്പം നല്ലൊരു കറവേന്ദ്രം, ഇതൊരു സിംഗിൾ ബക്കറ്റ് മെഷീനാണ്. ഒരു സിംഗിൾ ബക്കറ്റ് മെഷീൻ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് നല്ല മെഷീനാണെങ്കിൽ ഒരു 65,000 വില വരും. ഒരു ഡബിൾ ബക്കറ്റ് മെഷീൻ ഇതുപോലത്തെ 2 പാത്രം കാണും അതിനകത്ത്. ഈ ഡബിൾ ബക്കറ്റ് മെഷീൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 92,000 വില വരും. അപ്പോൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയതിന് ശേഷം അത് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ശരിയല്ല. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുന്നതിന് നമ്മൾ ഒരു പരിചയം വേണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കണം. ഇനി ഈ കറവേന്ദ്രം ഉപയോഗിക്കുന്നതിന് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കറവേന്ദ്രം ഒരു പശുവിനെ യന്ത്രം ഉപയോഗിച്ച് കറക്കുന്നതിന് ശരാശരി 7 മിനിറ്റ് വേണം. 7 മിനിറ്റ് ആണ് കറക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന സമയം. അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ അകിട് കഴുകി വൃത്തിയാക്കി തുടച്ച് ഈ മെഷീൻ ഘടിപ്പിക്കാനായിട്ട് ഒരു 3 മിനിറ്റ് വേണം. അങ്ങനെ 7, 3, 10 മിനിറ്റ് സമയം നമുക്ക് കറക്കുന്നതിനായിട്ട് വേണം. അപ്പം നമുക്ക് ഒരു പശുവിനെ കറക്കാനായിട്ട് മെഷീൻ ഉപയോഗിച്ച് കറക്കാൻ ഏകദേശം 10 മിനിറ്റ് വേണം. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് 6 പശുവിനെ നമുക്ക് കറക്കാൻ സാധിക്കും. അപ്പം സാധാരണ നമ്മൾ 10 പശു ഉള്ള ഒരു ഡയറി ഫാമിലാണെങ്കിൽ സാധാരണ 70% പശുക്കളായിരിക്കും എപ്പോഴും കറവയിലുണ്ടായിരിക്കുക. അപ്പോൾ 10 പശു ഉണ്ടെങ്കിൽ ഒരു ഡയറി യൂണിറ്റിൽ 7 പശു കറവയിൽ കാണും. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് രാവിലത്തെ കറവ മുഴുവൻ തീർക്കാം. വൈകുന്നേരത്തെ കറവയ്ക്ക് 1 മണിക്കൂർ സമയം മതി.
ഒറ്റ മണിക്കൂർ കൊണ്ട് കറവയുടെ കാര്യം തീരും. ഇനി നമുക്ക് 20 പശു ഉള്ള ഒരു ഡയറി യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ശരാശരി 14 പശു കറവയിൽ കാണും. അങ്ങനെ വരികയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ കറവയ്ക്ക് സമയമെടുക്കും. അപ്പം ഈ പശുക്കളുടെ എണ്ണം എത്ര കറവയിലുണ്ട് എന്നനുസരിച്ച് വേണം നമ്മൾ ബക്കറ്റ് കൂട്ടാൻ. സിംഗിൾ ബക്കറ്റ് വേണോ ഡബിൾ ബക്കറ്റ് വേണോ എന്ന് നമ്മൾ തീരുമാനിക്കാൻ. കാരണം എത്ര വലിയ ഫാം ആണെങ്കിലും പരമാവധി 2 മണിക്കൂറിൽ കൂടുതൽ ഒരു സമയത്ത് കറവയ്ക്ക് വേണ്ടി പോകാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് ബക്കറ്റിൻ്റെ എണ്ണം കൂട്ടുണ്ടായിട്ട് വരും. സാധാരണ 20 പശുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ ബക്കറ്റ് വെച്ച് കൊണ്ടുപോകാം. പക്ഷേ 2 മണിക്കൂർ എടുക്കും. 2 ബക്കറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എന്തായാലും 10 പശു വരെ ഉള്ളതിന് ഒരു സിംഗിൾ ബക്കറ്റ് മെഷീൻ മതി. ഇനി ഈ കറവ യന്ത്രത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ കറവ യന്ത്രം ഉപയോഗം കഴിഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കറവയന്ത്രത്തിൽ കറന്ന പാലിന് സ്മെല്ലുണ്ട്, അത് പരാതി വരുന്നുണ്ട്. അങ്ങനെ വരാനുള്ള ഒരു പ്രധാന കാരണം ഇതിനോടൊപ്പം തന്നെ ഒരു ബ്രഷ് കിട്ടും. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ചില സൊല്യൂഷൻ കിട്ടും. ആസിഡ് സൊല്യൂഷൻ ഉണ്ട്, ബേസിക് സൊല്യൂഷൻ ഉണ്ട്. ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ഈ കറവയന്ത്രത്തിൻ്റെ കുഴലുകളും മറ്റും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. എല്ലാ ദിവസവും ഇത് കഴുകി വൃത്തിയാക്കി തലകീഴായി തൂക്കിയിടണം. അങ്ങനെ ഉണക്കി ഡ്രൈ ആക്കി നല്ല രീതിയിൽ എടുക്കണം. അങ്ങനെ അല്ല പലപ്പോഴും കാണുന്നത്. ഇതിനകത്ത് ഒരു വെളുത്ത നിറത്തിൽ പാലിൻ്റെ പാട പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പാലിന് സ്മെല്ല് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഉപകരണം ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കണം. ആ ബ്രഷ് വെച്ച് എല്ലാ ദിവസവും കഴുകണം. അറ്റ്ലീസ്റ്റ് ചൂടുവെള്ളത്തിലെങ്കിലും ദിവസം കഴുകണം. നിങ്ങൾ മറ്റുള്ള ലായനിയൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ചൂടുവെള്ളത്തിൽ തന്നെ കഴുകണം. പിന്നെ ഇതിന് നമുക്ക് അല്പം ഓയിൽ ഒഴിക്കേണ്ടതായിട്ട് വരും. അതിന് സാധാരണ 2T എഞ്ചിൻ ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എന്തായാലും കറവയന്ത്രത്തെ പറ്റി പലർക്കും ഇപ്പോഴും സംശയമുള്ളവരുണ്ട്. ഈ കൈകൊണ്ട് കറക്കുന്നത് ആ ഒരു ഗുണമാണോ, അതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ പശുവിനെ സംബന്ധിച്ചിടത്തോളം കൈകൊണ്ട് കറക്കുന്നതിനേക്കാൾ മെച്ചം കറവയന്ത്രത്തിൽ കറക്കുന്നതാണ്. കറവയന്ത്രം കൊണ്ട് കറക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഒരിക്കൽ കൂടി നമുക്ക് കർഷകരോട് പ്രത്യേകിച്ച് പറയാനുണ്ട്. പശുവിന് നല്ലതാണ്. ലോകത്തെല്ലായിടത്തും തന്നെ എല്ലാ ഡയറി ഫാമുകളിലും കറവയന്ത്രത്തിലേക്ക് ഉള്ള യന്ത്രവൽകൃത കറവയാണ് എല്ലായിടത്തും ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് കേരളത്തിലായി കഴിഞ്ഞു. ഇതിന് സബ്സിഡിയും മറ്റും ക്ഷീരവികസന വകുപ്പും മറ്റുമൊക്കെ നൽകുന്നുണ്ട്. ആ ഒരു സബ്സിഡിയും കൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആളുകൾ ഈ ഒരു ഉപകരണത്തിലേക്ക് വരണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതെല്ലാം കറവയന്ത്രത്തിൻ്റെ സംവിധാനങ്ങളാണ്, ചിത്രങ്ങളാണ്. ഇത് കൂടുതൽ പശുക്കളെ കറക്കുന്നു. 2 മെഷീൻ ഒരേ സമയം ഉപയോഗിക്കാണ്ട് ഡബിൾ ബക്കറ്റ്. അപ്പോൾ അത്രയും പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഈ രീതിയിൽ ക്രമീകരിക്കുന്നത്. ഇനി ഫാമുകളിൽ ആവശ്യമായ മറ്റൊരു പ്രധാനപ്പെട്ട ഉപകരണമാണ് ചാഫ് കട്ടർ, അല്ലെങ്കിൽ പുല്ല് അരിയുന്നതിനുള്ള സംവിധാനം. നമുക്കറിയാം, ഒരു സങ്കരയിനത്തിൽപ്പെട്ട ഒരു പശുവിന് ശരാശരി 25 മുതൽ 30 കിലോ പച്ചപ്പുല്ല് ഒരു ദിവസം വേണം. ഈ പുല്ല് നമ്മൾ അരിയാതെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 1/3 വേസ്റ്റായിട്ട് പോകും. കാരണം നമുക്കറിയാം, കട്ടി കൂടിയ തണ്ട് പശുക്കൾ കഴിക്കാതെ അതിനെ ഉപേക്ഷിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ പുല്ല് അരിഞ്ഞു കൊടുക്കുക എന്നുള്ളത് പ്രധാനം. കൈകൊണ്ട് അരിയാൻ നിന്നാൽ നമുക്ക് ഒരുപാട് സമയം അതിനകത്ത് നഷ്ടം വരും. കാരണം എന്ന് വെച്ചാൽ 10 പശു ഉണ്ടെങ്കിൽ ഏകദേശം 300 കിലോ പച്ചപ്പുല്ല് ഒരു ദിവസം അരിഞ്ഞുകൊണ്ട് നിന്നാൽ നമുക്ക് സമയം പോകും. പിന്നെ അപ്പോൾ പുല്ല് അരിയാനായിട്ടുള്ള ചാഫ് കട്ടർ അത്യാവശ്യമാണ്. ചാഫ് കട്ടർ 2 രീതിയിൽ കിട്ടുന്നുണ്ട്. ഒന്ന് കൈകൊണ്ട് കറക്കുന്ന രീതിയിൽ, നമ്മൾ മാനുവലായിട്ട് കറക്കുന്ന മെഷീനുണ്ട്. പവർ ഡ്രിവനുണ്ട്, കറണ്ടിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും കൈകൊണ്ട് പ്രവർത്തിക്കുന്നത് വാങ്ങരുത്. അത് കൂടുതൽ ആയാസകരമായിട്ട് മാറും. മിക്ക ഫാമുകളിൽ ഇത് വാങ്ങി വെറുതെ വെച്ചിരിക്കുകയാണ്. ഈ കറണ്ടിൽ പ്രവർത്തിക്കുന്ന പവർ ഡ്രിവൺ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ചാഫ് കട്ടർ തന്നെ വാങ്ങണം. ഇതിനകത്ത് പുല്ല് മാത്രമല്ല മറ്റു പലതും നമുക്ക് അരിയാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, ഇതിപ്പം ഈ വാഴയുടെ ഈ ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നതിലാണ്. തെങ്ങിൻ്റെ ഓല അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. തെങ്ങിൻ്റെ ഓല എടുത്തിട്ട് ആ ഓലയുടെ പുറമെ ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതിൽ അരിഞ്ഞു പശുവിന് തീറ്റയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഉപകരണം എന്ന് പറയുന്നത് ഫാമുകളിൽ ആവശ്യമായ ഒരു ഉപകരണമാണ് പാക്കിംഗ് മെഷീൻ എന്ന് പറയുന്നത്. പാക്കിംഗ് മെഷീൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പ്രത്യേകിച്ച് പാല് പാക്ക് ചെയ്ത് കൊടുക്കുന്ന പല ഫാമുകളുണ്ട്. ഫാം ഫ്രഷ് കൗ മിൽക്ക് എന്നുള്ള രീതിയിൽ പല ഫാമുകളിലെയും പാല് ഫ്രഷായിട്ട് പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ പാക്ക് ചെയ്ത് പാലോ തൈരോ ഉൽപ്പന്നങ്ങൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പാക്കിംഗ് മെഷീൻ, ഇതൊരു സിമ്പിൾ ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീനാണ്. കറണ്ട് വേണം. പക്ഷേ ഇത് പാക്ക് ചെയ്യുമ്പോൾ ഒരു ഫുഡ് ഗ്രേഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ പ്ലാസ്റ്റിക് അല്ല. പാല് പാക്ക് ചെയ്യണമെങ്കിൽ ഫുഡ് ഗ്രേഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ഉപയോഗിക്കാവൂ. അത്തരം ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് 1 ലിറ്റർ പാല് പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 2 രൂപ ഓവർ ഹെഡ് ആവും. അപ്പോൾ നമ്മൾ ആ ഒരു അഡീഷണൽ ചിലവും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയലിൻ്റെ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് 2 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ വലിയ ഫാം ആണെങ്കിൽ നമുക്ക് പെഡൽ ഓപ്പറേറ്റഡ് കിട്ടും. ഇത് ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീനാണ്. പെഡൽ ഓപ്പറേറ്റഡ് മെഷീനും നമുക്ക് ലഭ്യമാണ്. കുറച്ചുകൂടെ വലിയ ഒരു, ഇപ്പോൾ അതിനൊരു എക്സ്പെൻസ് ഏകദേശം ഒരു 20,000 രൂപ അടുപ്പിച്ച് വരും. ഇത് നമുക്കൊരു 3,000-4,000 രൂപയ്ക്കൊക്കെ നമുക്ക് ഇത്തരം ഹാൻഡ് ഓപ്പറേറ്റഡ് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ചെറിയ യൂണിറ്റിനൊക്കെ ഇതിൻ്റെ ആവശ്യമുള്ളൂ. പാലും തൈരും ഒക്കെ
പാക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. വലിയ യൂണിറ്റിലോട്ടൊക്കെ ഇത് ഒരു ഹൈടെക് ഫാമിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ടൂൾ ടെക് പോലെയുള്ള കമ്പനികളുടെ വലിയ പാക്കിംഗ് മെഷീനൊക്കെയാണ്. ഇത് നമുക്ക് ആവശ്യം വരുന്നില്ല. ഇത് വലിയ ഡയറി ഫാമുകളിൽ ഇതിനോടൊപ്പം തന്നെ BMCയും മറ്റും കൂളറും മറ്റുമൊക്കെ അത്തരം ഫാമുകളിലെ വേണ്ടി വരുന്നുള്ളൂ. ഇനി ഇതാ ക്രീം സെപ്പറേറ്ററും പല ഫാമുകളിലും ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം നമുക്ക് നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇത്തരം ക്രീം സെപ്പറേറ്റർ ലഭ്യമാണ്. അപ്പോൾ ഈ ക്രീം സെപ്പറേറ്റർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് പാലിലെ ക്രീം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ക്രീമും സ്കിം മിൽക്കുമായിട്ട് നമുക്ക് പാലിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയാണ് ക്രീം സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പനീർ. പല ഫാമുകളിലും ഇന്ന് ഏറ്റവും നല്ല വാല്യൂ അഡീഷൻ പാലെപ്പോഴും പാൽ ഉൽപ്പന്നങ്ങളായിട്ട് വിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മൂല്യവർദ്ധിത വാല്യൂ ആഡഡ് പ്രോഡക്റ്റിലേക്ക് പോകുമ്പോഴാണ് പശു വളർത്തൽ ലാഭകരമായി വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നം എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട, അത് പനീർ തന്നെയാണ്. കാരണം പനീറിന് ഇന്നത്തെ മാർക്കറ്റിൽ ഏകദേശം 1 കിലോയ്ക്ക് 350 മുതൽ 400 രൂപ വരെ വിലയുണ്ട്. 1 ലിറ്റർ പാല് പനീറാക്കി കഴിഞ്ഞാൽ ഏകദേശം 150 മുതൽ 200 ഗ്രാം പനീർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 5 ലിറ്റർ പാലുണ്ടെന്നുണ്ടെങ്കിൽ 1 കിലോ പനീർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ പനീർ ഇന്ന് മാർക്കറ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു വെജിറ്റേറിയൻ സംസ്കാരം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. പാലിറച്ചി അല്ലെങ്കിൽ പനീറിന് നല്ലൊരു ഡിമാൻഡ് കേരളത്തിലേക്ക് ഉണ്ട്. പനീറുള്ള വിഭവങ്ങൾ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് പലരും പനീർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, പനീർ പ്രസ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ, അതൊക്കെ എല്ലാവർക്കും ആവശ്യമില്ല. അത്തരത്തിലുള്ള ഫാമുകൾ നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമേ പനീറിലോട്ടൊക്കെ പോകേണ്ടുള്ളൂ. എന്തായാലും തീർച്ചയായിട്ടും പാൽ ഉൽപ്പന്നങ്ങളുമാണ് നമ്മുടെ പശു വളർത്തലെ ലാഭകരമാക്കുന്നത്. ബൈ പ്രോഡക്റ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആദ്യം നമ്മൾ പാലായിട്ട് നമ്മൾ കുറച്ച് പാൽ വിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിൽ ഉണ്ടാകുന്ന പാലിൻ്റെ 60% പാലായിട്ടും 40% ബൈ പ്രോഡക്റ്റിലേക്ക്, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അത് പല രീതിയിൽ നമുക്ക് ഉൽപ്പന്നങ്ങളിലേക്ക് പോകാം. അപ്പം നമ്മൾ വിശദമായിട്ട് അത്തരം കാര്യങ്ങളിലൂടെ പറയുന്നില്ല. നമ്മളെ അടിസ്ഥാന സൗകര്യങ്ങളും യന്ത്രവൽക്കരണവുമാണ് പറയുന്നത്, കൊണ്ടാണ് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ തന്നെ നിൽക്കുന്നത്. ഇനി ഇത് കാഫ് ഫീഡിംഗ് ബക്കറ്റ്, പശുക്കുട്ടിക്ക് പാൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫീഡിംഗ് ബക്കറ്റിൽ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ പശുക്കുട്ടികൾക്ക് ശരിയായിട്ടുള്ള വളർച്ച കിട്ടാത്തതിന് കാരണം അതിൻ്റെ ശരീര തൂക്കത്തിന് ആവശ്യമായിട്ടുള്ള പാല് കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പം 30 കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരു പശുക്കുട്ടിക്ക് ശരാശരി അതിൻ്റെ 10 തൂക്കത്തിൻ്റെ 10, അതായത് 3 ലിറ്റർ പാല് ഒരു ദിവസം കിട്ടിയിരിക്കണം. അപ്പോൾ അത് പാൽ അളന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനുവേണ്ടി ഉള്ള ഒരു ബക്കറ്റാണ് ഫീഡിംഗ് ബക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാരണം നമ്മുടെ ഇന്നത്തെ പശുക്കുട്ടിയാണ് നാളത്തെ പശുവായിട്ട് മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പശുക്കുട്ടി പോലും നമ്മുടെ ഫാമിലുണ്ടാകുന്ന ഒരു പശുക്കുട്ടി പോലും വളർച്ച മുരടിച്ചു പോവുകയോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ ചെയ്യരുത്. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു ഫാമിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അവിടെ അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് എത്ര പശുക്കുട്ടികൾ മരിച്ചു എന്നുള്ളതാണ്. ഒരു ഫാമിൽ അവിടുത്തെ പശുക്കുട്ടികൾ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഫാമിലെ പരിപാലനത്തിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ കാര്യമായ വീഴ്ചയുണ്ടെങ്കിൽ പോരായ്മയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പശുക്കുട്ടി, പ്രത്യേകിച്ച് കാഫ് ഫീഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നമ്മൾ പറയാം ഒരുപാട് നമ്മൾ ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ പശുക്കുട്ടിയുടെ ബർത്ത് വെയിറ്റ് എടുക്കുന്നില്ല. ഞാനൊരു ഫാമിൽ പോയപ്പോൾ കണ്ടപ്പോൾ പശുക്കുട്ടിക്ക് പാല് കൊടുക്കാനുള്ള ഫീഡിംഗ് സ്റ്റേഷനുണ്ട്, കാഫ് ഫീഡിംഗ് സ്റ്റേഷനുണ്ട്, പക്ഷേ ബർത്ത് വെയിറ്റ് എടുത്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പശുക്കുട്ടി ജനിക്കുന്ന സമയത്ത് അതിൻ്റെ ബർത്ത് വെയിറ്റ് എടുക്കണം. 3 മാസം ആകുമ്പോഴത്തേക്ക് ആ ബർത്ത് വെയിറ്റ് ഡബിൾ ആവണം, എങ്കിൽ മാത്രമേ അതിന് ശരിയായിട്ടുള്ള വളർച്ച കിട്ടുന്നുള്ളൂ. അപ്പം ആ രീതിയിൽ നമ്മളിതിനെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ കൂടെ വേണം. ഉപകരണങ്ങൾ മാത്രം വാങ്ങി വെക്കുന്നതുകൊണ്ടല്ല, ആ ഉപകരണങ്ങളെ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇത് നമ്മൾ ഇത്തരം ശാസ്ത്രീയ കാര്യങ്ങളും കൂടെ അതിലേക്ക് കൊണ്ടുവരണം. പശുക്കുട്ടിക്ക് പാല് കൊടുക്കുന്നതിൻ്റെ സംവിധാനമാണ് ഇതിപ്പോൾ ബക്കറ്റിനകത്ത് നമ്മൾ പാലൊഴിച്ചിട്ട് കുടിച്ച എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. പശുക്കുട്ടിയുടെ തല എപ്പോഴും ഉയർന്നിരിക്കണം. ഈ റൂമിനൽ ഡ്രിങ്കേഴ്സ് എന്ന് പറഞ്ഞൊരു അസുഖം പശുക്കുട്ടികൾ കാണും. അതായത് ബക്കറ്റിൽ പാലൊഴിച്ച് കഴിഞ്ഞാൽ പശുക്കുട്ടി തല താഴ്ത്തി വെച്ച് തല അതിനകത്തേക്ക് ഇട്ട് കുടിക്കും. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഈ പാല് പോകുന്നത് 4ാമത്തെ അറയിലേക്കാണ് പോകേണ്ടത്. അപമേസം എന്ന് പറയുന്ന പശുക്കുട്ടിയുടെ അതിലേക്കാണ് പോകേണ്ടത്. അതിന് പകരം കുറച്ച് പാല് റൂമൻ എന്ന് പറയുന്ന ആദ്യ അറയിലേക്ക് പോകും. അത് കാരണം പശുക്കുട്ടികൾക്ക് വയറിളക്കം വരും. അതായത് ക്ലേ കളർ, അതായത് ചെളിയുടെ നിറത്തിലുള്ള വയറിളക്കം തുടർച്ചയായിട്ട് പശുക്കളിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ഈ അസിഡോസിസ് കൊണ്ടാണ്. അത് കാണുമ്പോൾ നമുക്കറിയാം ഏത് രീതിയിലാണ്. ബക്കറ്റിൽ വെറുതെ പാലൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീഡിംഗ് ബോട്ടിലുകൾ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ആവശ്യം വരുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ നല്ലതാണ്. തൂക്കത്തിനനുസരിച്ചുള്ള പാല് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അളന്ന് കൊടുക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഇനി ചില പ്രദേശങ്ങളിലെ ഫാമുകളിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പവർ സപ്ലൈ
ഫെയിലിയർ ഉണ്ടാകുന്നു, പവർ ഫെയിലിയർ, കറണ്ടിൻ്റെ ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ കറവേന്ദ്രം ഒന്നും പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ജനറേറ്റർ വേണ്ടി വരും. ഒരു 2 kVയുടെ ജനറേറ്ററെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കറവേന്ദ്രം ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സെൽഫ് സ്റ്റാർട്ടുള്ള ജനറേറ്ററുകൾ നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരും. ഇനി ജനറേറ്റർ വാങ്ങാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കർഷകൻ ചെയ്ത ഒരു കാര്യമാണ്. ഞാൻ യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിൽ പോയപ്പോൾ കണ്ടതാണ്. അദ്ദേഹം ജനറേറ്ററിന് പകരം ഒരു വാട്ടർ പമ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു വാട്ടർ പമ്പാണ്. വാട്ടർ പമ്പ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഇമ്പല്ലർ ഇളക്കി മാറ്റിയിരിക്കുകയാണ്. ഇമ്പല്ലർ ഇളക്കി മാറ്റിയിട്ട് അതിനകത്ത് ഒരു കൺവെയർ ബെൽറ്റ് കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ മോട്ടറിനകത്താണ്, ഈ മോട്ടറും കറവേന്ദ്രത്തിൻ്റെ മോട്ടർ കൂടെ ഘടിപ്പിക്കും. അപ്പം കറണ്ട് പോയി കഴിഞ്ഞാൽ പെട്രോളിൽ സ്റ്റാർട്ട് ചെയ്ത് മണ്ണെണ്ണയിൽ ഇത് വർക്ക് ചെയ്യും. ഇത് കറവേന്ദ്രത്തിൻ്റെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാട്ടർ പമ്പിൻ്റെ മോട്ടറിൽ വർക്ക് ചെയ്യും. ഇതൊരു ഇന്നോവേഷനാണ്. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു കർഷകൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. അദ്ദേഹം ഈ വാട്ടർ പമ്പിനെ വാങ്ങിച്ച് 10-15,000 രൂപ വിലയുള്ളൊരു വാട്ടർ പമ്പാണ്. പമ്പ് പൊളിച്ചിരിക്കുകയാണ്, പമ്പിൻ്റെ ഇമ്പല്ലർ മാറ്റിയിരിക്കുകയാണ്. പക്ഷേ അതോടുകൂടി പമ്പിൻ്റെ വാറണ്ടി പോവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യം നടന്നു. ഒരു ജനറേറ്റർ വാങ്ങുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ കാര്യം അവിടെ നടത്തി. ഇനി ഇത് സ്ലറി പമ്പാണ്. ഇപ്പോൾ ചില ഫാമുകളിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും ഗോമൂത്രവും ഒരു സ്ലറി പിറ്റിൽ സംഭരിക്കുന്നു. അങ്ങനെ സംഭരിക്കുന്ന ഈ സ്ലറി എന്ന് പറയുന്നത് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലറി പമ്പ് ഉപയോഗിക്കുന്നു. ഇതൊരു സ്ലറി പമ്പാണ്. ഇത് സ്ലറി പമ്പ് ഉപയോഗിച്ച് പച്ചക്കറിക്കും വാഴയ്ക്കും എല്ലാം നമ്മൾ ഇത് പമ്പ് ചെയ്തു. ഇതെല്ലാവർക്കും ആവശ്യമില്ല. ആവശ്യം വരുന്നിടത്ത് വലിയ ഫാമുകളിലൊക്കെ ഇത് ആവശ്യമായിട്ട് വരും. ഇതൊരു സ്ലറി ടാങ്കാണ്. അതിൻ്റെ ഒരു മൂലയ്ക്ക് സ്ലറി പമ്പ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഡങ് സ്ക്രാപ്പർ. അപ്പം തൊഴുത്തിനകത്തുള്ള ചാണകം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡങ് സ്ക്രാപ്പർ ഉപയോഗിക്കുന്നു. ഇത് നമുക്ക് ലോക്കലായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. റെഡിമെയ്ഡ് പല ഇതിലും വാങ്ങാനും കിട്ടും. പക്ഷേ നമുക്ക് ലോക്കലായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചാണകം മാറ്റുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന ഡങ് സ്ക്രാപ്പറാണ്. ഈ വലിയ ഫാമുകളിലൊക്കെ കറണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പക്ഷേ ലളിതമായ രീതിയിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ജോലിഭാരം കുറയ്ക്കുന്നതിന് ഫാമിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് ഈ വീൽ ഭാരം അല്ലെങ്കിൽ അർബാന എന്ന് പറയുന്നത്. അത് 1 വീലുള്ളതുണ്ട്, 2 വീലുള്ളതുണ്ട്. ഇതിന് വലിയ ഉപയോഗമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 2 ചാക്ക് തീറ്റ എടുത്തുകൊണ്ട് ഫാമിനകത്ത് നിന്ന് ഒരു ഷെഡിലോട്ട് കൊണ്ടുപോകണം. നമ്മുടെ സ്റ്റോർ ചെയ്തേക്കുന്ന ഫീഡ് സ്റ്റോർ ചെയ്യുന്ന ഷെഡിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതില്ലാതെ പറ്റത്തില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് വീൽ ഭാരം വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഇനി പലപ്പോഴും നമ്മുടെ ഫാമുകളിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അമിതമായ ഉപയോഗം. നമുക്കറിയാം, ഒരു പശുവിന് ഏകദേശം 150 ലിറ്റർ വെള്ളം വേണം. അതിന് കുളിപ്പിക്കാൻ ഒരു 100 ലിറ്റർ വെള്ളം വേറെ വേണം. ശരാശരി 250 ലിറ്റർ വെള്ളമാണ് ഒരു പശുവിനെ കുളിപ്പിക്കാനും അതിന് കുടിക്കാനും കൂടി ഒരു ദിവസം വേണ്ടത്. പക്ഷേ ഇതിന് എത്രയോ ഇരട്ടി അവിടെ ചിലവാകുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം. പ്രത്യേകിച്ച് ഈ ഓസ് ഇട്ട് കൊടുക്കും പല ഫാമിലും. അവർ ഓസ് തുറന്നിടുകയാണ്. തുറന്നിട്ടതിന് ശേഷം പശുവിനെ കുളിപ്പിക്കുന്നു. ഇത് തുറന്ന് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും കാണും. അത് ഒഴിവാക്കാനും പശുവിനെ കുളിപ്പിക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രഷർ വാഷർ ഉപയോഗിക്കാം. ഇതൊരു ഫാമിൽ ചെയ്തിരിക്കുന്നതാണ്. 2000 ലിറ്ററിൻ്റെ ഒരു ടാങ്കും ഒരു 1/2 HP മോട്ടറും കൂടെ ഘടിപ്പിച്ചിരിക്കുകയാണ്. അതുപയോഗിച്ച് പശുവിനെ നന്നായിട്ട് പ്രഷർ വാഷർ ഉപയോഗിച്ച് കഴുകുന്നതാണ്. ഇതല്ലാതെ തന്നെ പ്രഷർ വാഷർ പല ഫാമുകളിലും ഉണ്ട്. റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വെള്ളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കും, ജോലിഭാരം കുറയ്ക്കും, പശുവിനെ കുളിപ്പിക്കുന്നതിനും വളരെ എളുപ്പത്തിൽ കഴുകിയെടുക്കുന്നതിനും അത് കഴിയും. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പ്രാവശ്യം കുളിപ്പിക്കാതിരിക്കുക. ഒരു പശുവിനെ ഒരു ദിവസം ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ കുളിപ്പിക്കാതിരിക്കുക. കുളിപ്പിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സങ്കരയിനത്തിൽപ്പെട്ട പശുവിൻ്റെ കുളമ്പെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കേടാവുന്ന ഒന്നാണ്. സ്ഥിരമായിട്ട് 2-3 തവണ അത് കുളമ്പ് നനയാണെങ്കിൽ കുളമ്പ് പെട്ടെന്ന് ദ്രവിക്കും. കുളമ്പിൻ്റെ അടിഭാഗത്ത് വളരെ പെട്ടെന്ന് അൾസറുകൾ ഉണ്ടായി പശുക്കൾക്ക് ഈ നടക്കാനും മറ്റും മുടന്തും മറ്റുമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ തവണ കുളിപ്പിക്കുമ്പോഴും ശരീരം എപ്പോഴും നനയുന്നത് നല്ലതല്ല. അങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ പശു കഴിച്ച ആഹാരത്തിൽ നിന്നും ഉണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ച് പാലുൽപാദനം മാറ്റേണ്ടതിന് പകരം ഈ ചൂട് ക്രമീകരിക്കാനായിട്ട് അല്ലെങ്കിൽ തെർമോ റെഗുലേഷന് വേണ്ടിയിട്ട് ഈ ഊർജ്ജം ഉപയോഗിക്കപ്പെടും. അങ്ങനെ 3-4 പ്രാവശ്യം കുളിപ്പിക്കുന്നത് നല്ലതല്ല. തൊഴുത്തിലെ വായുസഞ്ചാരം കൂട്ടുക, ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുക, ഒരു നേരം കുളിപ്പിക്കുക. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും നനച്ചാലുള്ള ഒരു പശുവിൻ്റെ തൊഴുത്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കുളമ്പിൻ്റെ അടിവശം ദ്രവിച്ചു തുടങ്ങി. കുളമ്പ് ദ്രവിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ലാമിനേറ്റീസ് എന്ന് പറയുന്ന രോഗത്തിലേക്ക് പോയി. അത്തരം പശുക്കൾക്ക് നടക്കാൻ പ്രയാസം മറ്റും വരും, എണീക്കാനും മറ്റും വരും. അങ്ങനെ എണീക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിൻ്റെ തുടഭാഗത്ത് രോമങ്ങളെല്ലാം പോയിരിക്കുകയാണ്. ഇത്തരം ഒരു പശുവിനെ നമ്മൾ വാങ്ങാൻ ചെന്നാലും നമ്മൾ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ മനസ്സിലാക്കണം, ഇതിൻ്റെ കുളമ്പിനകത്ത് ബുദ്ധിമുട്ടുണ്ട്, കുളമ്പിന് കേട് വന്നിട്ടുണ്ട്. അത്തരം പശു ആയതുകൊണ്ട് ഇത് നിരങ്ങിയാണ് എണീക്കുന്നത്. അത് ലാമിനേറ്റീസിൻ്റെ ലക്ഷണമാണ്. ഇത് വേറൊരു പശുവാണ്. അതിൻ്റെ കുളമ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ കുളമ്പിനും കേടുണ്ട്. ആ കേട് നമുക്ക് കാണുമ്പം മനസ്സിലാവും.
ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സ്ഥിരമായിട്ട് 3-4 പ്രാവശ്യം കുളിപ്പിച്ച് അങ്ങനെ വന്ന പശുവിൻ്റെ കുളമ്പാണിത്. അത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 7.5 സെൻറ്റിമീറ്റർ 3.5 സെൻറ്റിമീറ്റർ ഒന്നുമില്ല. കുളമ്പിൽ ആ വര പോലെ കാണുന്നത് ലാമിനേറ്റിസ് എന്ന് പറയുന്ന രോഗം വന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ലാമിനേറ്റിസ് എന്ന് പറയുന്ന രോഗം വരാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഈ സ്ഥിരമായിട്ട് നനയുന്നത് തന്നെയാണ്. ആ ഒരു കാരണം മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി പശുക്കളെ ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത്. ആൻറ്റി കൗ കിക്കിംഗ് ഡിവൈസ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ അധികം ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു ഉപകരണം ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് പശുവിൻ്റെ പുറത്ത് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറവ് സമയത്ത് ചവിട്ടുന്ന പശുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചവിട്ടാതെ നമുക്കിത് തടയാനായിട്ട് ഇത് സാധിക്കുന്നതാണ്. ഇനി ഇതല്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കെട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ മൂക്കി ചരടിൽ ഒരു കയറ് കെട്ടിയിട്ട് ഫ്രണ്ടിലെ കയ്യിൽ ആ കന്നിക്കുളമ്പിൻ്റെ മുകളിലോട്ട് ഈ തല താത്ത് പിടിച്ചും കിട്ടും. എത്ര ചവിട്ടുന്ന പശുവാണെങ്കിലും ആ ഒരു കെട്ടിലങ്ങ് നിൽക്കും. മൂക്ക് ചരടിൽ ഒരു ചെറിയ ചരട് കെട്ടി തല താഴ്ത്തി കൊണ്ടുവന്ന് ഈ കന്നിക്കുളമ്പിൻ്റെ കയ്യിലോട്ട് ചേർത്തങ്ങ് കെട്ടുക. തല താന്നിരുന്നു കഴിഞ്ഞാൽ പശു ചവിട്ടത്തില്ല. ഇനി നമ്മൾ പറയേണ്ടുന്നത് ഫാമിൻ്റെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ബയോഗ്യാസ് പ്ലാന്റ് ആണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഫാമുകൾക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റ്, പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം അവിടെ വേണം. 5 പശുവിൽ കൂടുതൽ വളർത്തുന്ന എല്ലാ ഫാമുകളിലും ബയോഗ്യാസ് ആവശ്യമാണ്. 5 പശുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 അല്ലെങ്കിൽ 2 ക്യൂബിൻ്റെ പ്ലാന്റ് മതിയാകും. ഇപ്പോൾ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും കുറച്ച് ചാണകവും എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാൻ പറ്റും. അതിൽ നിന്ന് അവിടെ പാചകത്തിന് ആവശ്യമുള്ള പാചകവാതകം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ബാക്കി ചാണകം ഇടുന്നതിന് നമുക്ക് മേൽക്കൂരയുള്ള ഒരു വളക്കുഴി അത്യാവശ്യമാണ്. ഡങ് പിറ്റ് എന്ന് പറയും. മേൽക്കൂരയുള്ള വളക്കുഴി എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. 10 പശുവിനെ വളർത്തുന്ന ഒരു ഫാമിൽ 6 അടി നീളം, 4 അടി വീതി, 2 അടി താഴ്ചയുള്ള ഒരു ഡങ് പിറ്റാണ് വേണ്ടത്. 6-4-2 6 അടി നീളം, 4 അടി വീതി, 2 അടി താഴ്ചയുള്ള ഒരു ഡങ് പിറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം 1.5 മാസത്തെ ചാണകം വരെ നമുക്കത് സംഭരിക്കാൻ പറ്റും. അതിനൊരു കണക്കുണ്ട്. അതായത് 1 m³ 600 കിലോ വെറ്റ് ഡങ്, വെച്ച ചാണകം കൊള്ളും. ആ ഒരു കണക്കിലാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് പറഞ്ഞത്. മേൽക്കൂര ഷീറ്റിട്ടതായിരിക്കണം. അല്പം മേൽക്കൂര ഉയർന്നു നിൽക്കണം. കാരണം ഇത് കോരി എടുക്കാനായിട്ട് പലപ്പോഴും JCB ആയിരിക്കും വരുന്നത്. ആൾക്കാരിന്ന് ചാണകത്തിൽ ഇറങ്ങി ഇതൊന്നും കോരി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ആൾക്കാരെ കിട്ടാനും ബുദ്ധിമുട്ട് വരും. അപ്പോൾ JCB കൊണ്ട് കോരി എടുക്കാനായിട്ട് മേൽക്കൂര ഉയർത്തി വേണം ചെയ്യാൻ. പിന്നെ നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം മണ്ണിര കമ്പോസ്റ്റാണ്. മണ്ണിര കമ്പോസ്റ്റ് വളരെ നല്ല ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ച് ചാണകത്തിൻ്റെ ഒരു വാല്യൂ അഡീഷൻ എന്ന് പറയാം. സാധാരണ കമ്പോസ്റ്റ് 6 മാസം എടുക്കുമെങ്കിൽ മണ്ണിര ഈ ജൈവവളത്തെ ഭക്ഷിച്ചിട്ട് മണ്ണിര വിസർജിക്കുന്ന വിസർജ്യം എന്ന് പറയുന്നത് 1.5 മാസം കൊണ്ട് നമുക്ക് വളമായിട്ട് മാറിക്കിട്ടും. ഏറ്റവും നല്ല ജൈവവളമായിട്ട് നമുക്ക് 1 കിലോയ്ക്ക് 15 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ വാങ്ങാനിന്ന് ആളുണ്ട്. അല്പം പോലും സ്മെല്ലില്ല. അങ്ങനെ വരുമ്പോൾ ഇതിന് നല്ലൊരു വിപണിയാണുള്ളത്. ഇത്തരത്തിലുള്ള ഒരു അധിക വരുമാനം കൂടെ ഫാമുകൾക്ക് നല്ലതാണ്. ഇതും 2 കിലോയുടെ ഒരു പാക്കറ്റിന് 20 രൂപയ്ക്ക് ജൈവവളം വിൽക്കുന്നതാണ്. ഈ മണ്ണിര കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന ഒരു ദ്രവരൂപത്തിലുള്ള ഒന്നാണ് വെർമി വാഷ് എന്ന് പറയും. ഈ വെർമി വാഷ് എന്ന് പറയുന്നതും നല്ല ഗുണമേന്മയുള്ള ജൈവവളമാണ്. 10 ഇരട്ടി വെള്ളം ചേർത്ത് പച്ചക്കറിക്കും വാഴയ്ക്കും അതുപോലെ ചെടികൾക്കും എല്ലാം ഏറ്റവും നല്ല ഒരു ജൈവവളമായിട്ടിത് ഉപയോഗിക്കാം. അടുക്കള മുറ്റത്തെ പച്ചക്കറി വളർത്തലിനും മറ്റുമൊക്കെ ഇത് ഉപയോഗിക്കാം. ഇനി ജലശുദ്ധീകരണം, ഇത് നമുക്ക് ചെറിയ ഫാമുകളിലൊന്നും ആവശ്യം വരുന്നില്ല. ഇതൊരു വലിയ ഫാമിൽ ക്രമീകരിച്ച ഒരു സംവിധാനമാണ്. അറിവിന് വേണ്ടിയിട്ട് പറയുകയാണ്. ഏകദേശം 100ഓളം പശുവുള്ള ഒരു ഫാമിൽ അദ്ദേഹം ചെയ്തത് ഒരു കുഴൽക്കിണർ പോലും കുഴിച്ചില്ല. മറിച്ച് പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും തൊഴുത്ത് കഴുകുന്ന വെള്ളവും റീസൈക്കിൾ ചെയ്ത് ആ വെള്ളം തന്നെ അവിടെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കൊണ്ടുവന്നത്. വളരെ നല്ലൊരു മാതൃകയാണ്. കാരണം ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, ആവശ്യമില്ലാതെ നമ്മൾ പലരും ഈ കുഴൽക്കിണറിനും മറ്റുമൊക്കെ പോകുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ അവിടുത്തെ വെള്ളം റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനം, ഇത്തരം സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയ ഫാമുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ ഒരു സംവിധാനം നമ്മുടെ ചെറിയ ഫാമുകളിലൊന്നും ആവശ്യമില്ല. ഇനി ജനറേറ്റർ, ഞാൻ പറഞ്ഞു, ബയോഗ്യാസിൽ നിന്ന് വരുന്ന ഗ്യാസ് ഉപയോഗിച്ച് ഫാമിലേക്ക് ആവശ്യമായ വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതിനുള്ള ജനറേറ്റർ ഇന്ന് ലഭ്യമാണ്. വലിയ യൂണിറ്റുകൾക്കൊക്കെ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ എങ്കിലും ഇത്തരം സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഫാമുകളിലുണ്ട്, പന്തളത്തുള്ള സർക്കാർ ഫാമിലുണ്ട്, മണ്ണുത്തി വെറ്റിനറി കോളേജിൻ്റെ കീഴിലുള്ള ഫാമിലും ഈ ബയോഗ്യാസിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനമുണ്ട്. ആ ബയോഗ്യാസിലുള്ള അതിൽ വരുന്ന ഇത് മോയ്സ്ചർ അല്ലെങ്കിൽ ആ ജലാംശം മാറ്റുന്നതിനുള്ള ഒരു സ്ക്രബ്ബർ അതിലുണ്ടാവും. ആ സ്ക്രബ്ബറിലൂടെ കടന്നു വരുന്ന ഗ്യാസ് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ പല ഏജൻസികളുണ്ട്, അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. ഇത് പല ഫാമുകളിലും ചെയ്തിരിക്കുന്ന സംവിധാനങ്ങളാണ്. ഇനി പുതിയതായിട്ട് ഫാം നിർമ്മിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്കറിയാം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഡയറി ഫാമിൽ വലിയ
ഒരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കേരളത്തിലെ പല പശുക്കൾക്കും കുളിപ്പിക്കാനുള്ള വെള്ളമില്ലാതെ വരുന്നു, കുടിക്കാൻ വെള്ളം കൊടുക്കാതെ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു മഴവെള്ള സംഭരണി എന്ന് പറയുന്ന ഒരു സംവിധാനം, പ്രത്യേകിച്ച് ഈ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്ന സ്ഥലങ്ങളിലെങ്കിലും ചില സ്ഥലത്തൊക്കെ എല്ലാ വർഷവും കിണർ പറ്റിപ്പോവും. അപ്പം ആ കിണറ്റിൽ പോലും വെള്ളമില്ലാതെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മഴ, ധാരാളം മഴ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ മഴ വെള്ളം സംഭരിക്കാനുള്ള മഴവെള്ള സംഭരണി എന്ന് പറയുന്നത് ഫെറോസിമെന്റ് ടാങ്കാണ്. ഫെറോസിമെന്റ് ടാങ്ക് ഉപയോഗിച്ച് സൂക്ഷിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വെള്ളമാണ്. അതിനകത്ത് നമ്മൾ ഫിൽറ്റർ ചെയ്താണ് ഈ വെള്ളം ഇതിനകത്ത് വരുന്നത്. പലപ്പോഴും തോന്നുന്നു ഈ വെള്ളം കുടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിലെ കിണറുകളിലെ വെള്ളത്തേക്കാൾ ഏറ്റവും നല്ലത് കുടിവെള്ളം എന്ന് പറയുന്നത് ഈ ഫെറോസിമെന്റ് ടാങ്കിലെ വെള്ളമാണ്. വെള്ളം പക്ഷേ ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കണം. നമ്മൾ വെള്ളത്തിന്റെ ഗുണനിലവാരം ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും വെള്ളത്തിന്റെ pH നോക്കാം. അതുപോലെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി കൊടുത്തിട്ട് വെള്ളത്തിൽ അണുബാധയുണ്ടോ എന്നൊക്കെ മറ്റും നോക്കാം. അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ മതിയാവും. 1000 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുടിവെള്ളം നമുക്ക് ശുദ്ധമാക്കാനായിട്ട് സാധിക്കും. ഇനി ഫാം ടൂറിസം, ഇപ്പം നമ്മൾ ഈ ഫാമുകളൊക്കെ ചെയ്യുമ്പോൾ ഫാമൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ധാരാളം ആൾക്കാർ വരും. നേരത്തെ നമ്മൾ പറഞ്ഞു ഫാം എന്ന് പറയുന്നത് ഒരു മോഡലായിട്ട് നമ്മൾ ചെയ്യുക, ഒരു ഷോ പീസായിട്ട് ചെയ്യുക. അപ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം നല്ല ചിട്ടയോടുകൂടി ചെയ്യുക. അപ്പോൾ അതിനൊരു ഒരു 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 ശാസ്ത്രീയമായ ഒരു വശം കൊടുക്കുക, ഒരു SOP, അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്ന പോലെ ബോർഡൊക്കെ വെക്കുക. ഇത്ര മണിക്ക് നമ്മുടെ കറവ് നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ക്രമീകരിക്കുക. ഫാമിൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം അവിടെ തന്നെ വിൽക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഫാം കാണാൻ ധാരാളം പേര് വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വരുമാനം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില കിട്ടും. ഇപ്പോൾ ആ വിപണി, ആ ഫാമിൻ്റെ സ്പോട്ടിൽ തന്നെ ഒരു വിപണിയായിട്ട് അത് മാറും. ഫാമിൻ്റെ പ്രോഡക്റ്റ്, ഇപ്പം നമുക്കറിയാം ഒരു ഡയറി ഫാമിലുള്ള പാലായാലും അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളായാലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചക്കറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങളും ആ ഫാമിൻ്റെ ഗേറ്റിൽ തന്നെ വിൽക്കുന്ന ഒരു സംവിധാനം, ഫാം ഫ്രഷ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലെ ഒരു വിപണി, ഫാം ടൂറിസവും വിപണിയും കൂടെ നമുക്ക് ചേർത്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതുമൊക്കെ തന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സാധ്യതയാണ്. ഇതൊക്കെ കേരളത്തിലെ 1-2 ഫാമുകളിൽ ചെയ്തിരുന്ന ഒരു സംവിധാനമാണ്. അവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം ഇരുന്ന് കാണാൻ വേണ്ടി ഒരു ഏർമാടം ക്രമീകരിച്ചിരിക്കുകയാണ്. എന്ത് മനോഹരമായ ഒരു സംവിധാനമാണ്. അപ്പോൾ കുറച്ച് നേരം വലിയ ചിലവൊന്നുമില്ല, പക്ഷേ ഇതിൽ കയറി ഇരിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു ഡയറി ഫാമാണ് നമ്മുടെ കാലത്തിന് ആവശ്യം. അപ്പം നമ്മുടെ ഈ സമയം കഴിയാറായി. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പറും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, ഇപ്പോൾ നമുക്ക് ഇതിൽ പറയുന്ന സംശയങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി ആദ്യം തന്നെ ടൈപ്പ് ചെയ്ത് അയക്കുന്നതാണ്. അതിനുശേഷം എന്നോട് ബന്ധപ്പെടാനായിട്ട് ഈ ഫോൺ നമ്പർ ഉപയോഗിക്കാം. ഈ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സംശയങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ പറയാൻ സാധിക്കുന്നതാണ്.